എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എനിക്കൊരു കോൾ വന്നുകൊണ്ട് ഞാൻ മിറ്റടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഒരു കോൾ വന്നുകൊണ്ട് ഞാൻ കയറി പോകുന്നു. അന്നായിരുന്നെങ്കിൽ നമ്മുടെ പൊന്നൂസ് എന്നാ പരിപാടിയിൽ കാട്ടിത്തരാവേ. എൻ്റെ ചക്കരക്കുട്ടൻ എന്നെക്കുവാടാ. ഇതൊക്കെ വാരുവാണോ? അത് വേണ്ട. എൻ്റെ തമ്പാനെ അമ്മ വാരിക്കോളാം മുത്തേ. അമ്മ വാരിച്ചോളാടി. എൻ്റെ പൊന്ന് വാരില്ല. എൻ്റെ പൊന്നിൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കയറുന്നേ. വാന്നേ. കണ്ടോ എല്ലാവരും? എനിക്കൊരു കോൾ വന്നുകൊണ്ട് കയറിപ്പോയതാന്ന് പറഞ്ഞില്ലേ എന്നിട്ട്. അപ്പം ഞാൻ എന്നും ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വാരുവാട്ടോ ഇവള് കണ്ടേക്കണേ അങ്ങനെയാണ്. അപ്പം എനിക്ക് വാരാൻ സമയം കിട്ടാത്തതുകൊണ്ട് പൊന്നൊരു അത് വാരണയാണ് ഈ കാണുന്നത് കേട്ടോ. ചക്കരക്കുട്ട മടീന്നേ മതീന്നേ. ഓ മതിയിടാവേ. ഞാൻ എന്നും അവിടെ കൊണ്ടുപോയാണ് കളയാറുള്ളത്. കണ്ടോ പാവം. ഇപ്പം ഇങ്ങനെയെല്ലാം ചെയ്യാൻ കൂട്ടുണ്ട് കേട്ടോ. ഇത്തിരി വലുതാവുമ്പോൾ എന്താവും അറിയത്തില്ല. എന്തെങ്കിലും ആവട്ടെ. മതിയുടെ മുത്തേ പെറുക്കിയത് മതിയെന്നേ. ഓ ഈ കാപ്പി ആയതുകൊണ്ട് ഫുൾ ടൈം ചാടിക്കൊണ്ടിരിക്കുവേ കരിയില്ല. എടാ മോനെ കാപ്പിയുണ്ട് കൊക്കോയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ സമയത്ത് ഇല ഒഴിയുന്ന സമയമല്ലേ. എന്നാ പൊന്നുന്നത് നമ്മുടെ പരിപാടി. അപ്പൊ ഞങ്ങളിത് കുറച്ച് കൊക്കൊക്കെ ഉള്ളൂ. താഴെപ്പാട് ഇത്രേ ഉള്ളൂ. അതൊന്ന് പൊട്ടിച്ചെടുക്കും കേട്ടോ. ഇഷ്ടമല്ല ഇതിലേക്ക് ഇവന് കൊക്കൊക്കെ പൊട്ടിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമുള്ള പരിപാടി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ തൊട്ട് ഇത് കൊക്കൊക്കെ ഇന്നലെ ചേട്ടായി പറിച്ച ഇവിടെ കൊണ്ടുപോയി ഇട്ടപ്പോഴേ എന്നോട് പറഞ്ഞു അമ്മയെ കൊക്കൊക്കെ പൊട്ടിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നാളെ പൊട്ടിക്കാണ്. ഇന്ന് രാവിലെ തുടങ്ങി ഇത് കണ്ടത് തുടങ്ങി മിറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടായിരുന്നു. അന്നേരെ തുടങ്ങി കൊക്കൊക്കെ പൊട്ടിക്കാമേ. അപ്പം ഇനി ഇത് പൊട്ടിച്ച് തീർത്തില്ലെങ്കിൽ ഇവളെന്നെ നിലത്ത് നിർത്തില്ല. ഇങ്ങനെ ചെവിക്ക് സ്വരിയില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാനൊന്ന് കൊക്കൊക്കെ പൊട്ടിച്ചിട്ട് കേട്ടോ. ഇത്ര നാളും കൊക്കൊക്കെ നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വീണ്ടും കുറഞ്ഞു അല്ലേ. എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ. ഇത് കൊള്ളില്ല. ഇത് ചീത്ത. നമ്മുടെ പശുവിന് ഉടക്കാൻ കൊള്ളില്ല. ചീത്ത. ഈ വേനൽക്കാവുമ്പോൾ എല്ലായിടത്തും കൊക്കൊക്കെയൊക്കെ കുറവായിരിക്കും കേട്ടോ. കുറവെന്നല്ല, ഇനി മഴയൊക്കെ പെയ്ത് പൂവൊക്കെ പിടിക്കണം. വെയിലൊക്കെ ചൂടൊക്കെ ആവുമ്പോൾ കൊക്കോയുടെ പൂവൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാലോ. എന്ത് എടുത്താ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി പൊന്നോന്. ചീഞ്ഞത് ഇല്ല ഇല്ല ചീഞ്ഞു പോയി. പൊന്നോന് കുറേ ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ പരിപാടികളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തുണി അലക്കി വിരിക്കുവാണെങ്കിൽ അത് വിരിക്കാനുള്ള തുണി എല്ലാം എടുത്ത് തന്നെ പൊന്നൂസായിരിക്കണം. എടുത്തു തരാൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്താൽ പൊന്നു ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. കരഞ്ഞ്. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കൊക്കൊക്കെയും പൊന്നും എടുത്ത് തന്നെ. അതൊക്കെ പൊന്നിന് ഇഷ്ടപ്പെട്ട ഹോബി കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാര്യം മറന്നു പോയിട്ടോ പൊന്നു. ഇനി എടുത്താ ചോക്ലേറ്റ് ഉണ്ടാക്കി തരാം കേട്ടോ ഒരു ദിവസം. ഈ വീഡിയോ ഒക്കെ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കൊക്കോക്കയെന്നാട്ടോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കണതൊക്കെ. നമ്മുടെ പല നാട്ടിൽ നിന്നുള്ള നമ്മുടെ വീഡിയോസ് കാണുന്നോണ്ടേ അതുകൊണ്ട് പറഞ്ഞ എന്നും കാണുന്നവർക്ക് അതൊരു വിരസതയായിട്ട് തോന്നരുത് കേട്ടോ. കണ്ടോ ഇതൊക്കെ വാടി കിടക്കണേ ഉണങ്ങി. നല്ല വെയിലായില്ലേ. പുതിയതായിട്ട് കാണുന്നവർ ഇത് എന്തിന്റെ കായാന്നൊക്കെ ഓർക്കൂല. അതുകൊണ്ട് ഞാൻ പറയണേ കേട്ടോ. ഇതിന്ന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കണത് നമ്മളല്ല. ഇത് ഉണക്കി കൊണ്ടുപോയി കൊടുക്കുമ്പോ അങ്ങനെ ഫാക്ടറിയിലേക്ക് പോയാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായി വന്നെ. ചോക്ലേറ്റ് മാത്രമല്ല മിഠായികള് അങ്ങനെയുള്ള പല ഇതും വീഡിയോസ് കാണുന്നവര് സ്ഥിരം കണ്ടോണ്ടിരിക്കണവര് കൊക്കോയൊക്കെ കണ്ട് മടുത്ത് കാണൂല്ലേ.
ഇത് വാടാണ്ട് നല്ല കണ്ടോ. ഇതൊക്കെയെന്ന് വെച്ചാൽ കേടായിട്ട് പനിപ്പ് കയറി തന്നെ കേട്ടോ. അല്ലാണ്ട് നല്ല പഴുത്തിരിക്കണമെങ്കിൽ നമുക്ക് പടപടാന്ന് പൊട്ടിച്ചിടാം. ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അല്പം മൂപ്പ് കുറഞ്ഞതാ ഇങ്ങനെയൊക്കെ പനിപ്പായിട്ട് വന്നത് കണ്ടോ. ഇതിനി ഈ മൂത്തില്ലാന്ന് പറഞ്ഞ് നമ്മൾ പറിക്കാണ്ടിരുന്ന ചീത്തയായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പറിച്ചെടുക്കണം. ഇപ്പൊക്കെ ഉണ്ടാവണ കൊക്കോക്കാന്ന് വെച്ചാൽ നല്ലത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഈ പനിപ്പും കുരുടും പൊട്ടും അങ്ങനെയൊക്കെ പിടിച്ചതൊക്കെ ആയിരിക്കും കേട്ടോ. ആദ്യമൊക്കെ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം എന്തോരം കൊക്കോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, ഇത്തിരി ഉള്ളൂ. നമ്മുടെ വിരളയിൽ എണ്ണാവുന്ന രീതിക്കുള്ള ആയില്ലേ. ഉള്ളത് പറിച്ചെടുത്ത് ഉള്ള കാശ് നമുക്ക് വാങ്ങിക്കാം അല്ലേ. ഒന്നുമില്ലത്തേക്കാളും ഭേദമല്ലേ. കിട്ടുന്നതിൽ സംതൃപ്തി നേടുക അല്ലേ. അമ്മ എടുത്തോട്ടെ. കൊച്ചു മടുത്താ? കൊച്ചു നേരം കസേര കയറിയിരുന്നു. അമ്മ ഇനി എടുത്ത അമ്മ അടുത്തൂല്ലേ? ഈ ഒരു കൊക്കൊക്കെ ഉണ്ടേ, ഇതൊരു നീല കളർ വയലറ്റ് കളറായി തന്നെ കൊക്കൊക്കെ ആട്ടോ. ഇത് മഞ്ഞച്ച് വരും പഴുക്കുമ്പോ. ഇത് ഈ കളർ, ഇത് പിഞ്ചിന് തന്നെ ഈ ഒരു കളറിലേക്കാട്ടോ തന്നെ. പഴുത്ത് കഴിയുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഒരു കളർ ഇതാ ഇങ്ങനെയാവും. എന്താ രണ്ട് തരമൊന്നും അല്ല, കുറേ ഇനം ഉണ്ടല്ലോ, രണ്ട് കളറ്. ഉണക്കിയെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. കൊക്കൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിന്നാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ നല്ലതൊക്കെ ഉള്ളപ്പോൾ ഇത്രയൊക്കെ നാള് നല്ലതൊക്കെ ഇഷ്ടമാതിരിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പൊന്നുവിനെ പറ്റിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ തിന്നും. പൊന്നുവിനോട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ കൊക്കൊക്കെ തീറ്റിക്കണം, അതൊരു റിസ്ക് അല്ലേ. അപ്പം അവൾക്ക് അങ്ങനെ കൊടുക്കില്ലായിരുന്നു കേട്ടോ. ഇതൊന്നും തിന്നാൻ കൊള്ളത്തില്ല. ഇതൊക്കെ കൂനും കുരുടും ഒക്കെ ആയതുകൊണ്ട് പുഴുവൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ അത്രയ്ക്ക് നല്ല മധുരം അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തിന്നാൻ വേണ്ടി ശ്രമിക്കാത്തത്. കൊക്കോയുടെ വിളവെടുപ്പ് എന്ന് വെച്ചാൽ ആഴ്ചയിൽ എടുക്കാം കേട്ടോ. നന്നായിട്ട് കൊക്കോയൊക്കെ ഉള്ളപ്പോൾ ആഴ്ചയിൽ എടുക്കാം. ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഇത്ര നാളും നമുക്ക് കൊക്കോക്കെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഉള്ളത് പറിച്ചെടുത്താൽ കേട്ടോ. കൊക്കോക്കെ ഓരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ണാൻ ചിലച്ചുകൊണ്ട് വരും. അപ്പം അണ്ണാൻ്റെ ചില കേട്ടാൽ അറിയാം എവിടെയോ കൊക്കോക്കെ ഉണ്ടെന്ന്. നമുക്ക് ബാക്കി ഇപ്പം ചക്കയോ അങ്ങനെയൊന്നും ചക്കപ്പഴമോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അണ്ണാൻ്റെ തീറ്റ മൊത്തം ഈ കൊക്കോക്കെ കേട്ടോ. ഇതൊക്കെ ചീത്തയായി പോകാറായതോ. ഇതിൻ്റെ ഈ തൊണ്ടുണ്ടല്ലോ, ഇത് ആടും പശുക്കളും അങ്ങനെയൊക്കെ തിന്നൂട്ടോ. ഉണ്ടോ ഇപ്പം അവൾ അവിടെ ഇരുന്നിട്ട് എത്ര തവണ താഴെ ഇറങ്ങിയത് എടുത്തു തന്നെ. എന്നിട്ടും ഒരു മടുപ്പില്ലല്ലോ. വേറെ വല്ല പിള്ളേരാണെങ്കിൽ വേണമെങ്കിൽ അമ്മ എടുത്തോട്ടെ, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. മോൻ അവിടെ ഇരുന്നോടാ. കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എണീറ്റ് അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്ക് യൂട്യൂബിൽ കാണുന്നവരോട് പറയാം, എനിക്കൊരു ഫേസ്ബുക്ക് പേജും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് LB മാത്യു എന്നാട്ടോ. അപ്പം ഈ ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞപ്പോൾ അത് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിൽ കാണുന്നയാൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടിലും മാറി മാറി കാണുന്നവരൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി കേട്ടോ ഞാനിങ്ങനെ പറയണേ. എന്നും കേൾക്കണവർക്ക് അതൊരു ശല്യമായിട്ട് തോന്നരുത് കേട്ടോ. ഇതിന് ഇടയിൽ കയറി നമുക്കത് ഗോളടിക്കാനുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. അറിയില്ല.
ആകാശ വീതി മലബാട ശരത്തിടമായി താരാട്ടു പാടി ഒഴിച്ചിടുനായി മദനടനത്തിനു എത്തന്നത് ശരത്തിത്തന്നം നടനാടം മദനടി പരിശുദ്ധിത്തം കണ്ണും 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 പിന്നെന്താ അപ്പൊ പൊന്നൂസിന്റെ കരോൾ ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടോ. പൊന്നൂസ് കരോളിനൊക്കെ പോയി ഇപ്പൊ അങ്ങനെ കേട്ട് പഠിച്ചേട്ടോ. ബാക്കി അതിന്റെ ബാക്കിയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മറന്നു പോകുമ്പോ അതൊന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ബാക്കിയും കൂടെ അവൾ പാടിക്കോളൂ കേട്ടോ. ഫുൾ ടൈം ഉണ്ടായിരുന്നു കരോളിന് ഞങ്ങള്. പൊന്നൂറ്റി എന്നാന്ന് മനസ്സിലായോ? എന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാ പൊന്നൂന്റെ കയ്യിലിരിക്കുന്ന ഇതെന്നാന്ന് കൂട്ടുകാർക്ക് പറയാമോ? ഇതെന്നാന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കൊക്കോ പൊട്ടിക്കൽ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടുകയൊക്കെ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.